ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആമി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അവൾ പോയതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ അപ്പവും ചമ്മന്തിയാണ്. അപ്പോൾ അപ്പത്തിനുള്ള മാവ് ഞാൻ തലേ ദിവസം അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് 2 ദിവസത്തേക്ക് വരും. രാവിലെയും രാത്രിയും ഞങ്ങൾ ഈ അപ്പത്തിൻ്റെ മാവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലത്തേക്കും വരും. ചിലപ്പോൾ ഒരുപാട് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഞാൻ ഒരപ്പം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും, 2 ദിവസത്തേക്ക് കറക്റ്റായിട്ട് വരും മാവ്. പിന്നെ ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ജീരകവും മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത്. നമ്മുടെ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അതേ ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ശരിക്കും രാവിലെ തന്നെ ആമിക്ക് കൊണ്ടുപോകാനായിട്ട് ലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഹസ്ബൻഡ് പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ബിരിയാണിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 കിലോ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരുമിച്ച് മട്ടൺ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരുമിച്ചിട്ടിട്ട് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 7-8 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവണം മട്ടന്. അതിന് വേണ്ടിയിട്ടാണ് 8 വിസിലോളം കേൾപ്പിച്ചത്. ഇനി നമ്മൾ ഒരു അടുപ്പത്തിൽ ഇത് ഒരു സൈഡിൽ നമ്മുടെ മട്ടൺ വേവുന്നതിനിടയിൽ നമുക്ക് മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും സവോളയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മട്ടൺ മസാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് നടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുത്തു. സവാളയൊന്ന് വഴണ്ട് വരുന്നതിനിടയിൽ തന്നെ നമ്മുടെ മട്ടൺ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 8 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മട്ടൺ നികന്ന് നിൽക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് കറിക്കും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളം ആദ്യമേ തന്നെ മാറ്റി വെച്ചു. പിന്നെ ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള ബിരിയാണി പാത്രമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള ദം ബിരിയാണിയൊക്കെ ചെയ്യുന്നതിനുള്ള പാത്രം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ സൺഡേ ഞങ്ങളിങ്ങനെ ശരവണയിൽ പോയപ്പോഴത്തേനും മേടിച്ചതാണിത്. നല്ല വലിയ പാത്രമാണ്. 2 കിലോയോളം ബിരിയാണി റൈസ് ഇതിലേക്ക് കൊള്ളും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെന്നൈ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മുഴുവൻ ഗരം മസാലാസ് ചേർത്ത് കൊടുത്തു. പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, നല്ല ജീരകം, പിന്നെ ബിരിയാണിയിലെ ഇതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സവാള, ഒരു വലിയ സവാളയുടെ പകുതി ഒന്ന് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നു. ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, വീട്ടിൽ അരച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സൈഡിലാവുന്നുണ്ട്. പിന്നെ അതിനിടയിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് മൺചട്ടിയിലുള്ളത്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മളിതിലേക്ക് മട്ടനും കൂടി ചേർത്ത് കൊടുത്തത്. ഒരു 1/2 കിലോ മട്ടനാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ബിരിയാണിക്ക് ഞാൻ ചെന്നൈ സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്തത് മഞ്ഞൾപ്പൊടി 1.25 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ മട്ടൺ മസാല, ശക്തിയുടെ മട്ടൺ മസാലയാണ് ചേർത്ത് കൊടുത്തത്. പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മല്ലിയിലയും ഒരു പിടി പുതിനയിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചെന്നൈ ബിരിയാണിയുടെ സ്പെഷ്യലാണിത്. ഇതിനിടയിൽ തന്നെ ഇതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിക്കും 1/2 കിലോ മട്ടനാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2.25 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൽ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ്റെ സൂപ്പാണ്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഒരല്പം കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് അരിയും കൂടി തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിയുടെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത്. നന്നായിട്ട് വാർത്തെടുക്കണം.
വെക്കണം അരി. മാത്രമല്ല ഒരു 20 മിനിറ്റോളം ഇട്ടിരുന്നാൽ മതി. ഒരുപാട് നേരം അങ്ങനെ നമ്മൾ വെള്ളത്തിൽ അരി കുതിർത്തിടേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള മസാലയും മുളക് പൊടിയും എല്ലാമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ മട്ടൺ മസാല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്, അല്പം ഒന്ന് തിക്നെസ്സോട് കൂടിയാണ് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആക്കിയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഈ മട്ടൺ മസാല ചെയ്യാനായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ തിക്കായിട്ടാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ ബിരിയാണിയുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്, വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട്. ഞാൻ സാധാരണ നമ്മുടെ കുക്കറിലാണ് വെക്കുന്നത്, ഇങ്ങനെ അധികം വെച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലാസ്റ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു നല്ല കട്ടിയുള്ളൊരു ദോശക്കല്ല് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ബിരിയാണി പാത്രം അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ദമ്മായിട്ട് കിട്ടും. ഞാനിപ്പോൾ ദമ്മായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആമി ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇന്ന് പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടുള്ള സമയമാണിപ്പോൾ. ഞങ്ങളങ്ങനെ ചായ കുടിക്കാറില്ല, വല്ലപ്പോഴുമാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് പാൽ മേടിച്ച ദിവസമായതുകൊണ്ട് ശരിക്കും ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിച്ച പാലായിരുന്നു. ഇപ്പോൾ ഒരു ഇഞ്ചി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായ ഇടുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഇട്ട് കുടിച്ചു. അധികം അങ്ങനെ ഞങ്ങൾ പാലും ചായയൊന്നും അങ്ങനെ കുടിക്കാറില്ല. ആമിക്കും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ കഫൊക്കെ ഉള്ളതുകൊണ്ട്, കഫത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം അങ്ങനെ കൊടുക്കാറില്ല. പാലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾഡാവും, പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് കുഞ്ഞിലേ തൊട്ടേ അവൾക്ക് അങ്ങനെ അധികം പാല് കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ചെന്നൈയിലെ പാലെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മളത് ലൂസാക്കിയിട്ടാണ് നമുക്ക് ഇടാനും പറ്റുള്ളൂ. നാട്ടിലത്തെ പോലെയൊന്നും അല്ല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റായിരുന്നു, ചൂടുണ്ട്, എന്നാലും ടെറസിൻ്റെ മേലെ കയറി വരുമ്പോഴത്തേനും നല്ല ഒരു ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ചെടികളൊക്കെ പോയി എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്, എല്ലാം വെയിലത്ത് ഇങ്ങനെ പോയി കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ബാൽക്കണിയിലുണ്ടായിരുന്ന ചെടികളെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ നൈറ്റ് എനിക്കൊന്ന് ഡിന്നർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബിരിയാണി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ആവിയേറ്റി എടുക്കും. പിന്നെ നൈറ്റ് ഒന്ന് ക്ലീനിങ് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ആദ്യം തന്നെ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കലത്തെ പാത്രങ്ങൾ കുറേ ഞാൻ കഴുകിയതാണ്. എന്നാലും നൈറ്റ് ആയപ്പോഴത്തേനും നമ്മൾ ബിരിയാണിയൊക്കെ മാറ്റി വെച്ച പാത്രവും കറി വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു, ചട്ടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് പാലും തൈരും ഒക്കെ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്ത് ഞാൻ അതാത് പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അതും കൂടി ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ലേറ്റായാലും ഇതുപോലെ നമ്മുടെ സ്റ്റൗ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബർണറും നന്നായിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സൂര്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബർണർ ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വിം ജെല്ല് യൂസ് ചെയ്തിട്ട് സ്റ്റൗ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ റിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ ബർണറിൽ ഞാൻ കോക്കനട്ട് ഓയിലില്ലേ, അതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിനിടയിൽ നമ്മുടെ വേസ്റ്റ് ബോക്സൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. റിങ്ങും അതിൻ്റെ സ്റ്റാൻഡും എല്ലാ സാധനങ്ങളും കഴുകിയെടുത്തു. അപ്പോൾ ഡെയിലി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ. കാരണം രാവിലെ വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് അങ്ങോട്ട് കിച്ചൺ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ ജോലിയും ചെയ്യാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മുടെ ബർണർ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, കുറേ നാൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ആ ഒരു ബർണർ കത്താനായിട്ട് പാടായിരിക്കുമല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേനും അതിനുള്ളിൽ പൊടിയും അഴുക്കും ഒക്കെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കത്താനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഇങ്ങനെ ഗ്ലാസ് ഇതുപോലെ
സ്റ്റൗവിൻ്റെ ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബർണർ ആദ്യം പുറത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്റ്റൗ തണുത്തതിന് ശേഷമാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലപോലെ സ്റ്റൗ ഒന്ന് തണുത്തതിന് ശേഷം ഇത് ബർണർ ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറകു വശത്താണ് ഇങ്ങനെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, വേറെ ഒരു ഓയിലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇത് സ്റ്റൗവിലേക്കിട്ട് അടച്ച് ഇങ്ങനെ വെച്ചേക്കുക. നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴത്തേനും നല്ലോണം ഫ്ലെയിം കത്തും. മാത്രമല്ല ഇതിൻ്റെ സ്പെയർ പാർട്സ് ആയിട്ട് നമുക്ക് സ്റ്റൗ മേടിക്കുമ്പോൾ തന്നെ ഒരു നീഡിൽ പോലൊരു സംഭവം തരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ബേണറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ കുത്തി ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഇതുപോലെ ഒരു തവണ ഇങ്ങനെ നമ്മുടെ ബേണർ ഇങ്ങനെ കേടായിരുന്നു. അപ്പോൾ അത് ഇത് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്ന ആളാണ് പറഞ്ഞു തന്നത്, ആ ഒരു അങ്കിളാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കാനുള്ളത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സംഭവം ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെയാണ് സ്റ്റൗ യൂസ് ചെയ്യാനുള്ളത്. എണ്ണ യൂസ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ സ്റ്റൗ ഓൺ ചെയ്യരുത്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നന്നായിട്ട് അതിൽ എണ്ണയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ബേണർ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ മെത്തേഡ്സൊക്കെ ഉണ്ട്, വേറെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ബേണർ നന്നായിട്ട് കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നൈറ്റ് തന്നെ നിങ്ങളിത് ചെയ്യുക, രാവിലെ ആകുമ്പോഴത്തേനും അതൊന്ന് സ്റ്റൗ ഓൺ ചെയ്യുമ്പോഴത്തേനും കൃത്യമായിട്ട് സ്റ്റൗ കത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.